എല്ലാവർക്കും നമസ്കാരം. വാഴക്കൂമ്പും വൻപയറും വെച്ചൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായി കഴുകി വൃത്തിയാക്കിയ വാഴക്കൂമ്പ് കൊത്തിയരിഞ്ഞ് സ്ലൈസാക്കിയതും അതോടൊപ്പം ഒരു അരമുറി സവാള അല്ലെങ്കിൽ ഒരു 5-6 അല്ലി ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല, ഒരു തണ്ട് കറിവേപ്പില, 2-3 പച്ചമുളക് നെടുകെ പിളർന്നതും. കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് കൈവച്ച് ഞവടി മാറ്റി വയ്ക്കണം. ചൂടായ പാനിലോട്ട് എണ്ണ, അതോടൊപ്പം 1/2 ടീസ്പൂൺ കടുക്, ഉഴുന്നുപരിപ്പ്, ഒരു വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ പച്ചരി ഇവ ഇട്ട് പൊട്ടിയതിലേക്ക് സവാളയും മഞ്ഞൾപ്പൊടിയും സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടി ഇട്ട് ഒന്ന് അല്പസമയം അടച്ചു വെച്ച് വാഴക്കൂമ്പ് ഒരു 1/4 വേവ് പരുവമാകുമ്പോൾ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതും തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി അല്പസമയം കൂടി അടച്ചു വെച്ച് പിന്നീട് അടപ്പ് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ രുചികരമായ വാഴക്കൂമ്പ് വൻപയർ തോരൻ തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിനോടൊപ്പം വിളമ്പാവുന്ന ഒരു രുചികരമായ വിഭവമാണ് വാഴക്കൂമ്പ് വൻപയർ തോരൻ. വിഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ